ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്ളോഗിൽ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങൾ കമൻസിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൂടെയെല്ലാം കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചെറിയൊരു റീപ്ലേയും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. പിന്നീട് ചെറിയ രീതിയിലൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റെല്ലാം ചെയ്യട്ടോ. നിങ്ങൾ കമൻറ്റെല്ലാം ഞാൻ കാണലുണ്ട്, അപ്പോൾ അതിൻ്റെയും കാരണമെല്ലാം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്കിപ്പം തീരെ ടൈമേ കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും ഈ ഒരു വ്ളോഗ് തന്നെ ഞാൻ എടുത്തിട്ട് കുറേ ആയിട്ട്, സത്യം പറഞ്ഞാൽ 1 മാസത്തോളം ആയിട്ട് ഈ ഒരു വ്ളോഗെല്ലാം. കാരണം എനിക്ക് തീരെ ടൈം കിട്ടുന്നേ ഇല്ല. എഡിറ്റിങ്ങിന് മെയിനായിട്ട് പ്രോബ്ലം തന്നെ. അതായത് മുമ്പെല്ലാം എനിക്ക് എഡിറ്റിങ്ങിനും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ ടൈമെല്ലാം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നിനും ടൈമേ കിട്ടുന്നില്ല. ശരിക്കും കുറച്ച് മുമ്പേ എല്ലാം എനിക്ക് നല്ല ടൈമെല്ലാം കിട്ടി, ഞാൻ അടുപ്പിച്ച് വ്ളോഗെല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയുന്നില്ല, ഒട്ടും തന്നെ ടൈമേ കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ എപ്പോൾ ഞാൻ ഇരിക്കും എന്തായാലും വ്ളോഗ് ചെയ്യണം, ഇങ്ങനെ എഡിറ്റാക്കണം, അങ്ങനെയെല്ലാം ചിന്തിക്കും. പക്ഷേ എഡിറ്റിങ്ങിനെല്ലാം ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ മക്കൾസിൻ്റെ കൂടി അങ്ങനെയെല്ലാം ആയിട്ട് ഒരുപാട് ടൈമെല്ലാം അങ്ങനെ പോക്കാന്ന് കേട്ടോ. പക്ഷേ നമ്മളെ മക്കൾസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ആ ഒരു ടൈമിൽ ഇപ്പം അല്ലേ നമുക്ക് അവരെ കൂടെ തന്നെ ഇങ്ങനെ കളിച്ച് നിൽക്കാനെല്ലാം പറ്റുമല്ലോ. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരെ വൈക്ക് അവരെ പഠിപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് അവർ ഫുള്ള് ബിസി ആയിരിക്കും. പിന്നെ നമുക്ക് അവരെ ആ ഒരു ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് പിന്നെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ. വലുതായി കഴിഞ്ഞാലും മക്കൾ എത്ര വലുതായാലും നമുക്ക് അവർ കുഞ്ഞ് മക്കൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് എന്തായാലും അത് വേറെ തന്നെ ഒരു ഫീലാണെന്നല്ലേ. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പം അവരെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യല കേട്ടോ. എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ കാരണം അവരെ കൂടെ തന്നെ നിന്നാലേ ഇപ്പം കാര്യമില്ലു. കാരണം ഇപ്പം എല്ലാവരും 3 ആൾ ചെറുതാണല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ ടൈം അവരെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ എന്തായാലും എല്ലാം കൂടി മാനേജ് ചെയ്ത് എനിക്ക് വീഡിയോസെല്ലാം ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ വീഡിയോസും അതുപോലെ തന്നെ റെസിപ്പീസും എല്ലാം അങ്ങനെ എന്തെല്ലോ പ്ലാനിങ് എല്ലാം ചെയ്യലുണ്ട് കേട്ടോ. ഞാനെപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്നല്ല, പക്ഷേ പ്ലാനിങ് എല്ലാം ആക്കുന്ന അല്ലാണ്ട് ഒന്നും നടക്കലില്ല. ഇൻഷാ അല്ലാ എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്നില്ലേ, നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോക്കില്ലേ, മാപ്പിളേൻ്റെ പെരക്ക് എന്താ പോകാത്തേ, എന്താ പറ്റിയത് നിങ്ങളുടെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. കാരണം ഞാൻ കുറേ ആയിട്ടാ, ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ടാ പോയിട്ട്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ പോയിട്ട്. അതൊന്നുമില്ല, ഒന്നാമത് ഞാൻ ഗൾഫിലാണല്ലോ ഉണ്ടായത്. പിന്നെ നമ്മൾ ഡെലിവറി ടൈമിൽ നാട്ടിലെത്തി, പിന്നെ ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കുറേ ആയില്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ പോകാണ്ടെന്നത്. പിന്നെ മക്കൾസിന് സ്കൂളിൽ പോകൽ, പിന്നെ എന്തെല്ലോ ബിസിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങോട്ട് പോകൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വൈകി പോയതാണ് കേട്ടോ. എല്ലാ ആഴ്ചയും വിചാരിക്കുമോ ഈ ദിവസം പോകാമെന്ന്. പിന്നെ ആ ആഴ്ചയിൽ എന്തെങ്കിലും പ്രോഗ്രാം, എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടാവും. അങ്ങനെ പോക്ക് ഡിലേ ആയി വന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളിങ്ങോട്ട് മെയിനായിട്ട് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കണം എന്ന് വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഭയങ്കര നിർബന്ധമൊന്നുമില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ പോകാം, വരാം, നിൽക്കുക, ആ ഒരു രീതിയാണ് കേട്ടോ നമ്മളിങ്ങോട്ട്. അപ്പോൾ ഇത് പറയാനില്ല മെയിൻ കാരണം ഞാൻ കഴിഞ്ഞ ഒരു വെഡ്ഡിങ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ വെഡ്ഡിങ് വ്ളോഗ് ചെയ്താലും നിങ്ങൾ അധികം ചോദിക്കുന്നതാണ് നിങ്ങളെ നാട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണോ നിൽക്കൽ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കൽ. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലും നിൽക്കും പോകും എല്ലാം ചെയ്യും. പക്ഷെ നമുക്ക് കൂടുതലും ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കൽ. നമ്മൾ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് കേട്ടോ ആ ഒരു സിസ്റ്റം ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, നമ്മളെ കാസർഗോഡ് ജില്ലയിലും കുറച്ച് ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. ഏകദേശം ഒരു നീലേശ്വരം വരെയാണെന്ന് തോന്നട്ടെ. മാക്സിമം കാഞ്ഞങ്ങാടിനടുത്ത് വട്ടത്തായിട്ട് അത്ര വരെ ഈ ഒരു സിസ്റ്റം തന്നെയാണ് കേട്ടോ ഉള്ളത്. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാമെന്നില്ല ഒരു സിസ്റ്റം. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുകയും ചെയ്യും, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പുതിയാപ്പിള നമ്മളെ വീട്ടിൽ തന്നെയാണോ നിൽക്കൽ, അതെങ്ങനെയാണെന്നെല്ലാം ചോദിക്കലുണ്ട്. അതായത്
പുതിയാപ്പിള നമ്മളെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഒറ്റ നിർത്താനൊന്നും നിൽക്കില്ല കേട്ടോ. അവരെല്ലാ ദിവസവും അടുത്തല്ലാണെങ്കിൽ എല്ലാ ദിവസവും അവരെ വീട്ടിൽ പോയിട്ട് രാത്രിയിലെല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് വരത്ത്. പിന്നെ കുറച്ച് ദൂരമെല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പം അവരെ വീട്ടിൽ പോയി ഒരു ദിവസമോ 2 ദിവസമോ അവരെ വീട്ടിൽ തന്നെ അവർ നിന്നിട്ടായിരിക്കും നമ്മളെ വീട്ടിലേക്ക് വരത്ത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കൂടുതലും സെറ്റാക്കി വെക്കൽ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ആക്കുന്നവരെല്ലാം ഉണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് പോയിട്ട് നിൽക്കണ്ടേ എന്നുള്ള രീതിയിൽ ആടെയും ചെറുതായിട്ട് നമുക്ക് ബെഡ്റൂമെല്ലാം സെറ്റാക്കി തരും കേട്ടോ. അപ്പം മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കണ്ണൂരിലെ ഈ ഒരു സിസ്റ്റം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കാം. നമ്മളെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കൂടെ തന്നെ നമുക്ക് നിൽക്കുന്ന ആ ഒരു ഇത് വേറെ തന്നെയല്ലേ. ഞാൻ മുമ്പ് എന്നല്ല ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും. ഇപ്പം പിന്നെ കുറച്ച് കുറഞ്ഞിട്ട് ആ ഒരു ചിന്തകൾ. കാരണം വേറൊന്നുമല്ല, നമ്മളിങ്ങനെ വീഡിയോസെല്ലാം കാണുന്നില്ലേ, അതായത് അധിക വീഡിയോസിലും പുതിയ എണ്ണ അതായത് ബ്രൈഡ് ഇങ്ങനെ കരയുന്നതാണ്. ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ കരയുന്നത്, ഇവരെല്ലാം പോയിട്ട് തിരിച്ച് നമ്മളെ വർക്കൊക്കെ തന്നെ വരത്ത്. പിന്നെയാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലായത്. അതായത് എല്ലാ നാട്ടിലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ തന്നെയല്ല, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അവർ നിൽക്കൽ. അതാണ് പിന്നെ അവരെ ആ ഒരു വീടും അവരെ ആ ഒരു ലോകം നേരെ എല്ലാം മാറി ഹസ്ബൻഡിൻ്റെ വീട്ടിലായി. സ്വന്തം വീട് ശരിക്കും പറഞ്ഞാൽ ഒരു ഗസ്റ്റ് എപ്പോഴെങ്കിലും വരുന്ന പോലെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് വരുത്ത്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഫീലിങ്സ്. അതായത് ആ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർ ഭയങ്കര കരച്ചിലും എല്ലാവരും ഭയങ്കര കരച്ചിൽ. നേരെ മറിച്ച് നമ്മളിങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആരും കരയൊന്നുമില്ല കേട്ടോ. എല്ലാവരും നല്ല ചിരിച്ചടിച്ച് പൊളിച്ചിട്ടാന്ന് പോലെ. കാരണം കരയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ നേരെ തിരിച്ചെന്തായാലും നമ്മളെ വർക്കൊക്കെ തന്നെയല്ലേ വരുന്നതെന്നില്ല ആ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് പോയി ആ ഒരു പേരിന് പോകുന്ന പോലെയല്ലേ എന്ന് ഓരോരോ ആൾക്കാരെല്ലാം പോകല്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഒരു കണക്കിന് നല്ല തന്നെയാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് നമ്മളെ ഇപ്പോഴത്തെ ഒരു എന്തെല്ലാം ഇപ്പം നടക്കുന്ന അമ്മ പോരി ഒരു ഭാഗത്ത് എന്തെല്ലാം കുറേ കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ പല ഇഷ്യൂസും ഉണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല പാങ്ങിൽ നല്ല ഉമ്മാവും മോളും ആ ഒരു മരുമോളും അമ്മയെല്ലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈഫും കുറേ ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ചില കേസുകളിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു പോരും ഭയങ്കര ആ ഒരു വീട്ടിലുള്ള പീഡനവും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേല്ലാം ഇങ്ങനത്തെ വെഡ്ഡിങ് വ്ളോഗ് ആ ഒരു വെഡ്ഡിങ് റിലേറ്റഡ് വ്ളോഗെല്ലാം ചെയ്യുമ്പോൾ കുറേ അധികം കമൻസ് വരുന്നതാണ്. നിങ്ങളെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം മതിയായിരുന്നു നമ്മളെ നാട്ടിൽ. കാരണം ഒരുപാട് കഷ്ടപ്പാടാണ്. നമ്മളെ സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ അവരെ സമ്മതമെല്ലാം ചോദിച്ച് ഭയങ്കരമായിട്ട് ആ ഒരു സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് പോകണം എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം കമൻ്റെല്ലാം ചെയ്യലുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഫീല് വേറെ എവിടെയും കിട്ടൂല ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പിന്നെ എല്ലാ കാര്യവും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് അവരെ വീട്ടിലേക്കൊരു ഗസ്റ്റെല്ലാം എപ്പോഴെങ്കിലും പോകുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ഒരു 2 ദിവസമെല്ലാം നിൽക്കുന്ന ആ ഒരിത്. പക്ഷേ ഈ ഒരു സിസ്റ്റം ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു കണ്ണൂർക്കാർ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് പോകാൻ വരാം. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്കും ആ ഒരു നല്ലൊരു വിലയും നിലയും എല്ലാം കിട്ടുകയും ചെയ്യും കേട്ടോ. ആ ഒരു ഇത് വേറെ തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മളും അവരതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു വിലയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ പെണ്ണിൻ്റെ ആൾക്കാരെയും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുനടക്കും. പെണ്ണിൻ്റെ വീട്ടുകാരെയും അവർ നല്ല രീതിയിൽ തന്നെ കാണുകയും ചെയ്യും. അങ്ങനെയെല്ലാം കേട്ടോ നമ്മളിങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞ് നമ്മളെ റെസിപ്പിയെല്ലാം എവിടെയോ എത്തിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു മക്രോണി വെച്ചിട്ടുള്ളൊരു കുംസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് 2 ദിവസം നിൽക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം കുറേ നാളായില്ല, ഞാൻ പറഞ്ഞു കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം പോകുമ്പോൾ ഒരുപാട് കുറേ ട്രോളി ബാഗെല്ലാം പോലെ ഗൾഫിൽ പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ മാപ്പിളുടെ വർക്കിയേക്കും പോലെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്താക്കി ഓരോരാൾക്കും ചെറിയ ബാഗിൽ ചെറിയ നമ്മളെ ബേബീൻ്റെ അങ്ങനത്തെ ബാഗില്ലേ, അപ്പോൾ അങ്ങനത്തെ തന്നെ ഓരോരാളെ ഡ്രസ്സാക്കി കൊടുത്ത്. അപ്പോൾ അതാകുമ്പം കുറച്ചും കൂടിയും ഈസിയല്ലേ. ഇല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സും കുറേ സാധനങ്ങളാകുമ്പം ഭയങ്കര ഇടങ്ങാറാണ്. പിന്നെ 2 ദിവസമാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായത്. കാരണം പിന്നെ മക്കൾക്ക് സ്കൂളിലെല്ലാം പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എല്ലാം കുറേ റിലേറ്റീവിൻ്റെ പെർക്കെല്ലാം കയറി അങ്ങനെയെല്ലാം കയറിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഫാത്തിമ
എന്താ പറയുക, ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് അവളെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട്. കാരണം അവർ പുതിയൊരു സ്ഥലത്തെത്തിയിട്ട്, കാരണം ഇത്രയും നാൾ നമ്മളവർക്ക് തന്നെ നിന്നിട്ട് പുതിയൊരു സ്ഥലത്തെത്തുമ്പം മക്കളിങ്ങനെ എല്ലാം മുകളിൽക്കെട്ടെല്ലാം നോക്കിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ എവിടെയോ എത്തിയൊരു ഫീലാണ്. പിന്നെ നമുക്ക് എന്താണ് ഡെലിവറിയെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ പോകേണ്ടത്. അങ്ങനെ ഒരു ചടങ്ങും കൂടിയുണ്ട്. അതെല്ലാ നാട്ടിലും ഉണ്ട് എന്നാണ് കേട്ടോ തോന്നുന്നത്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ബേബീനെ ഫസ്റ്റ് ഓളെ ഉപ്പാൻ്റെ വീട്ടിൽ, അതായത് ഫസ്റ്റ് നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം വേറെ എവിടെയും പോയിക്കൂടും എന്നുള്ളൊരു സിസ്റ്റമിലുണ്ട് കേട്ടോ. അതെല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇത്രയും നാളത് ഫോളോ ചെയ്തപ്പോൾ ഫാത്തിമാവും അങ്ങനെ തന്നെ ഫോളോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ പോയി നമ്മൾ ഫുഡെല്ലാം കഴിച്ച്, പിന്നെ കാര്യമായിട്ട് അവിടുന്ന് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അന്ന് രാത്രിയിൽ ആ ഒരു ഫുഡെല്ലാം കഴിച്ച്, പിന്നെ പിറ്റേന്ന് ഈ ഒരു ഓട്ടപ്പൊളി ഉണ്ടല്ലോ, അപ്പം അവിടെ അങ്ങോട്ട് ഓട്ടടാന്നാണ് കേട്ടോ പറയൽ, നമ്മളിങ്ങോട്ട് ഓട്ടപ്പൊളി എന്നാണ് പറയൽ. അപ്പോൾ ഈ ഒരു സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇട അധികവും ഇങ്ങനത്തെ എല്ലാം ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇതിങ്ങനെ 2-3 ഓട് സ്റ്റോക്കാണ്. കാര്യം ഒന്ന് പൊട്ടുമ്പോൾ ഒന്ന് എടുക്കാന്നുള്ള രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളും ഈ ഒരു ഓട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഇത് ചുടുന്നതെല്ലാം കാണിച്ചു തരാം. ഇതിൻ്റെ റെസിപ്പി നല്ല സിമ്പിളാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ ഇത്. കാരണം ഇത് മറിച്ചിടൊന്നും വേണ്ട, വേഗത്തിലാകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഓട്ടുപ്പൊളി. പിന്നെ അതിൻ്റെ ആ ഒരു ഓട് ഒന്ന് സെറ്റാക്കി എടുത്താൽ സംഭവം റെഡിയായി. പിന്നീട് ഞാനൊന്ന് വെറുതെ മുറ്റത്തേക്കെല്ലാം ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കുറേ നാളായില്ലേ വന്നിട്ട്, അതുകൊണ്ട് തന്നെ മൊത്തത്തിലെല്ലാം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറ്റത്തെല്ലാം ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ചക്കേൻ്റെ എല്ലാം ചക്കയെല്ലാം ഇങ്ങനെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചക്കപ്പൂതലെല്ലാം നമുക്ക് കൊണ്ടുവരാൻ തന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ നമുക്കൊരു ഓർമ്മ വന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു വേറെ കുറേ ഇങ്ങനെ ഷോർട്സ് എല്ലാം കാണുന്നില്ലേ നമ്മൾ, അപ്പോൾ അതിലുണ്ടായിന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പം ഒരുപാട് സാധനങ്ങളുമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടോ. നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പം നമുക്ക് ഒരുപാട് ഐറ്റംസ് എല്ലാം ഇങ്ങനെ അവർ തരും. അതെല്ലാം വലിയ രസമാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതെല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇത് 2-3 ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് ഞാനെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാത്തതിൻ്റെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളത്. കാരണം എനിക്കങ്ങനെ ഇപ്പം ഞാൻ അധികം ഇങ്ങനെ പുറത്തൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ നിൽക്കലില്ല കേട്ടോ. എനിക്ക് എന്തോ പോലെയാണ് പുറത്തുള്ള വീഡിയോസ് എല്ലാം എടുക്കൽ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ, ഗൾഫിലെല്ലാം ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഗൾഫിൽ കൂടുതലും എവിടെ പോയാലും വ്ളോഗേഴ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പം പിന്നെ ഗൾഫിലൊന്നും പിന്നെ ആരും നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. നമ്മളിപ്പം ഗൾഫിലെ ഒരുപാട് വീഡിയോസെല്ലാം ഞാൻ മുന്നേ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഷോപ്പിങ്ങിനായാലും ഫുഡ് കഴിക്കാൻ എല്ലാം നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്നതിനോടൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കൂല. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നെല്ലാം വീഡിയോ എടുക്കുന്ന പറയുമ്പം അതെന്തോ ഒരു വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ എല്ലാവർക്കും. പിന്നെ എല്ലാവർക്കും അങ്ങനെ വീഡിയോ എടുക്കുന്നതിനോടും വീഡിയോയിൽ വരുന്നതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പം പിന്നെ നമുക്ക് വെറുതെ എന്തിനാ നമ്മളായിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന, എല്ലാത്തിനോടും താല്പര്യം ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ എവിടെയും പോയാലൊന്നും അങ്ങനെ വീഡിയോസൊന്നും എടുക്കലില്ല കേട്ടോ. ഇപ്പം നമ്മൾ ദുബൈയിലെല്ലാം ആണെങ്കിൽ ഓക്കെ, ഇവിടെ പോകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ മെയിൻ എനിക്കിപ്പം നമ്മളതായിട്ടുള്ള ആ ഒരു വീഡിയോസെല്ലാം എടുത്ത് ഇതാക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. കൂടുതൽ എനിക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോസെല്ലാം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കൽ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് നമ്മളൊരു കസിൻ്റെ പുരക്കേക്ക് പോയതാണ് കേട്ടോ. ഇത് അവിടെ അടുത്ത് തന്നെ എൻ്റെ ഒരു കസിൻ്റെ പുരയുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയി അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ആ ഒരു ദിവസം ഫുൾ ടൈം ഇവിടെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇവിടെ എൻ്റെ കസിന് ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ നാട്ടിൽ ഈ ഒരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നാപ്പോളീൻ്റെ ചടങ്ങെല്ലാം ഉണ്ടല്ലോ, നൂലുകെട്ടൽ ചടങ്ങെല്ലാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കുറേ അപ്പമെല്ലാം കൊണ്ടുപോകും കേട്ടോ, ആ ഒരു ചടങ്ങുകൊണ്ട്. അപ്പോൾ ഇത് എൻ്റെ കസിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ബേബിനെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കൂടിയിട്ട് അപ്പം ചുടൽ പരിപാടിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ അപ്പങ്ങൾ ചില ആൾക്കാർ നമ്മൾ പുറക്കന്നെ വന്നിട്ട് ഇങ്ങനെ ചുട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഇങ്ങനെ കാജ, മണ്ട, പിന്നെ കേക്ക്, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് 3-4 തരം
അപ്പങ്ങളാണ് കേട്ടോ കൊണ്ടുപോകൽ. അപ്പോൾ ഇതെല്ലാം നമ്മളെ നാട്ടിലുള്ള ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. പക്ഷേ ചില ആൾക്കാരെല്ലാം കൊണ്ടുപോക്കൊന്നും ഇല്ല കേട്ടോ. ചില ആൾക്കാരെല്ലാം കൊണ്ടുപോകും, പക്ഷെ കൂടുതലും കൊണ്ടുപോകൽ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണെന്ന് പറയാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വെറുതെ മൈലാഞ്ചെല്ലാം എൻ്റെ കസിനെ മൈലാഞ്ചെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിഷുവിന്. അങ്ങനെ ആടുന്ന് ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ആടുന്ന് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ മധുഹൂത്തില്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റെസിപ്പിയൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയോണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇത് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് അധികം വരുന്നൊരു കമൻറ്റാണ് നമ്മൾ നാട്ടിൽ എവിടെയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ നാട്ടിൽ നമ്മൾ പയ്യന്നൂർ എന്ന് ഞാൻ പറയും എല്ലാവരോടും, കാരണം പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ പയ്യന്നൂരിനടുത്ത് വട്ടത്തായിട്ട് നമ്മളെ പെരുമ്പ, കോത്തായിമുക്ക്, കാങ്കോല്. അപ്പം കാങ്കോലാണ് കേട്ടോ, നമ്മൾ പ്രോപ്പർ കാങ്കോലാന്ന്. പക്ഷെ ഞാൻ എല്ലാവരോടും പയ്യന്നൂർ എന്ന് അങ്ങനെ പറയുന്നത്. അങ്ങനെ പയ്യന്നൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ പയ്യന്നൂരിൻ്റെ പരിധിയിൽ പെട്ടതാണ് പെരുമ്പ, കാങ്കോല്, കോത്തായിമുക്ക്, അങ്ങനെ ഏച്ചിലാം, വയൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വട്ടത്തായിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പം മെയിൻ നമ്മൾ പയ്യന്നൂർ കാങ്കോലായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മൾ ഇടുന്ന അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് പിന്നെ നമ്മൾ വേറൊരു കസിൻ്റെ വർക്ക് വന്ന് അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 2-3 ദിവസങ്ങൾ. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി എന്നുള്ളത് ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, ഞാൻ എന്തല്ലോ ബിസിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് പോകാതിന്. അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വരുന്ന വഴിക്ക് തന്നെ നമ്മളെ കസിൻസിനെല്ലാം കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പക്ഷിക്ക് വേണ്ടിക്ക് നമ്മളെ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ച് തുളസിയെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്.